സ്വാഗതം MD LS മീഡിയയിലേക്ക്. സ്നേഹിതരെ, താൻ ഒരു ചങ്ങനാശ്ശേരിക്കാരനെന്ന് സ്വമേധയാ പരിചയപ്പെടുത്തിയ ഒരു സഹോദരൻ്റെ ശബ്ദ സംപ്രേഷണം പല ഗ്രൂപ്പുകളിലും കറങ്ങി നടക്കുന്നുണ്ട്. ഇതിവൃത്തം ഇതാണ്: കിടങ്ങൂരിനടുത്ത് പുന്നത്തറ പള്ളിയിൽ അതേ അഭിവന്യ പെരുന്തോട്ടന്മാർ ഔസേപ്പ് മെത്രാപ്പോലിത്തായുടെ ഇടവക ദൈവാലയത്തിൽ ക്രൂശിത രൂപം മാറ്റി മാർത്തോമാ സ്ലീവ സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ അഗ്നിബാധയുണ്ടായി അത്രേ. എന്താണ് സംഭവമെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവിടെ എന്തോ ആവശ്യത്തിന് വെൽഡിങ് നടത്താൻ വന്ന ഒരു സഹോദരൻ, അദ്ദേഹം പ്രാഥമികമായി അഭ്യസിച്ച സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെ അവിടെ വെൽഡിങ് നടത്തുകയും അപ്പോൾ വെൽഡിങ് സെറ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ വെൽഡ് ചെയ്ത സംഭവത്തിലുണ്ടായ തീപ്പൊരി പറന്ന് അവിടെ കരിമരുന്നിൽ പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അപകടമായി മാറി. അത് മാർത്തോമാ സ്ലീവ വെക്കാൻ പോയതുകൊണ്ടാണോ കുരിശ് രൂപം മാറ്റിയതാണോ എന്നുള്ള ചിന്ത അന്ധവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടായിരുന്നെങ്കിൽ ശ്രീ കുറിയാക്കോസ് മുണ്ടാടൻ എറണാകുളത്ത് അങ്കമാലി അതിരൂപതയിൽപ്പെട്ട അങ്കമാലി കിഴക്കേപ്പള്ളി ദൈവാലയ പുനരുദ്ധാനത്തിന് സമയത്ത് ഇതുപോലെ തന്നെ ക്രൂശ് രൂപം എടുത്തു മാറ്റിയ ഒരു ചരിത്രമുണ്ട് അൾത്താരയിൽ നിന്ന്. അവിടെയും തീപിടുത്തം നടക്കേണ്ടതാണ്. പക്ഷേ മുണ്ടാടൻ ഒരു നല്ല കൽദായനായിരുന്നത് കൊണ്ട് അദ്ദേഹം അത് ചെയ്തു. അതിൽ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് പുള്ളിക്ക് വഴിതെറ്റിപ്പോയത് കൊണ്ടാണ് മുണ്ടാടൻ അച്ഛൻ എന്ന വിളി മാറ്റി മിസ്റ്റർ മുണ്ടാടൻ എന്ന് വിളിക്കേണ്ടി വന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇനിയും അതുമായി ബന്ധപ്പെട്ട് അവിടെ അപകടം സംഭവിച്ച വ്യക്തിയെ സഹായിക്കാൻ വലിയ പണപ്പിരിവ് നടത്തി 1.5 കോടി രൂപയൊക്കെ പിരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആയിരിക്കാം, നല്ല കാര്യം. നല്ല സൗഹൃദരായ നല്ല സന്മനസ്സുകൾ സംഭാവന ചെയ്തുകൊണ്ട് അത് സംഭവിച്ചു. പക്ഷെ അതെങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതാണ്. ആ വിനിയോഗിച്ച കാര്യത്തിൽ ഈ മാന്യദേഹത്തിന് എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അദ്ദേഹം നീതിന്യായ കോടതിയെ സമീപിക്കണം. അവിടുത്തെ അച്ഛന്മാരും മെത്രാനും നമ്മുടെ അളിയനും അമ്മാവനും ഒന്നും അല്ല. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. നിയമ നടപടി സ്വീകരിക്കാൻ തന്നെ ചെയ്യട്ടെ. അല്ലാതെ ഇങ്ങനെ നുണ പറഞ്ഞ് നടക്കുകയല്ല ചെയ്യേണ്ടത്. ഇനി അടുത്ത ഇതിൻ്റെ പേരിൽ എന്നെ ചീത്ത വിളിച്ചിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു വസ്തുതയാണ്. ഏതായാലും അവിടെ മാർത്തോമാ സ്ലീവ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിലൊരു കേസുണ്ട്. ആ കേസ് മുനിസിപ്പൽ കോടതി വിധി പ്രസ്താവിച്ചു. സഭയുടെ ഉടമസ്ഥതയിലുള്ള ദൈവാലയത്തിൻ്റെ അധികാരി മെത്രാപ്പോലിത്ത ആയിരിക്കിയാൽ അദ്ദേഹം അവിടെ കാര്യങ്ങൾ ചെയ്തുകൊള്ളും. ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ അവിടെ മാർത്തോമാ സ്ലീവയുടെ കുർബാനയും നടക്കുന്നുണ്ട്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പുരോഹിതനാണ് ഇപ്പോൾ അവിടുത്തെ വികാരി. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും അപ്പീൽ പോയിട്ടുണ്ട്. അവിടെ കിടക്കട്ടെ. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾ ഒരു മതത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെ മേൽ കൈവെക്കാൻ അവർ തയ്യാറാവുകയില്ല. അത് തിരുപ്പതി വിധിയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് വിധിയും ഒക്കെ നമ്മൾ കണ്ട മുന്നിലുണ്ട്. മറ്റ് പല ദേവാലയങ്ങളിലും കാണാം. അതുകൊണ്ട് ആ കേസൊക്കെ അതിനെ മുറയ്ക്ക് നടന്നോട്ടെ. സഭയിലെ കാര്യങ്ങൾ സഭ നടത്തിക്കോളും. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ഈ മാന്യദേഹത്തോടെ. നമ്മുടെ കുടുംബത്തിൽ നാം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ ആരെങ്കിലും ശത്രുക്കൾ നിഷ്ഠൂരമായി ആക്രമിച്ച് നടുറോളിൽ തല്ലിക്കൊന്ന് തുണി മുരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആ ഫോട്ടോ എടുത്തല്ലല്ലോ നമ്മൾ വീട്ടിൽ വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി വളരെ മാന്യമായ മഹത്വപൂർണമായൊരു ഫോട്ടോ എടുത്ത് അവിടെ വയ്ക്കും. ഈ മർത്തോമാ കുരിശിനെ ക്ലാവർ കുരിശെന്ന് വിളിക്കുന്ന മ്ലേച്ഛത എന്താണ് ഈ ക്ലാവർ? എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ സത്യത്തിൽ. അടുത്ത കാലത്ത് ഈ ഒരു വിവാദം വന്നപ്പോഴാണ് ക്ലാവർ എന്താണെന്ന് അന്വേഷിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് ചീട്ടുകളിക്കാർക്ക് പരിചയമായ ഒരു കാര്യമാണ്. ഞാൻ കൊച്ചു വയസ്സ് പോലെ ചീട്ട് കളിക്കുന്ന ആളല്ലാത്തത് കൊണ്ട്, മുച്ചീട്ട് കളിയിലും പങ്കെടുത്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ക്ലാവർ എന്താണെന്ന് അറിയുമായിരുന്നില്ല. ഓരോരുത്തർക്കും പരിചയമുള്ള കാര്യങ്ങളാണല്ലോ അവരുടെ പ്രബോധനങ്ങളായി പിന്നീട് പരിണമിക്കുന്നത്. അതുകൊണ്ട് ചീട്ട് കളിക്കാരൻ ക്ലാവറുമായി ബന്ധപ്പെടുന്നു. മാർത്തോമാ സ്ലീഹായുടെ 4 ഭാഗത്തും പൂത്തൊലഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ചിത്രീകരണമാണ് ക്ലാവർ കുരിശെന്ന് വിളിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ വത്തിക്കാനടക്കം റോമൻ സഭയുടെ പ്രമുഖ ദേവാലയങ്ങളിലടക്കമൊക്കെ അവർ വെച്ചിരിക്കുന്ന കുരിശുകളെല്ലാം ഇതുപോലെ പൂത്തൊലഞ്ഞ കുരിശാണ്. അത് ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ പ്രതീകമാണ്. മരിച്ച് സംസ്കരിക്കപ്പെട്ട കർത്താവിനെയല്ല, മരണത്തെ പരാജയപ്പെടുത്തി ഉദ്ധാനം ചെയ്ത കർത്താവിനെ വിശ്വസിക്കുന്നവനാണ് ഇത്തരം പൂത്തുലഞ്ഞ സ്ലീവയെ ആദരിക്കുന്നത്. ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ പ്രതീകം. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പലയിടത്തും വെച്ചിരിക്കുന്ന ക്രൂശിത രൂപം പോലും അതൊരു വിശുദ്ധ വസ്തു ആകുന്നില്ല. കാരണം വ്യഞ്ചരിച്ചാൽ മാത്രമേ വിശുദ്ധ വസ്തു ആകുന്നുള്ളൂ. പല രൂപങ്ങളും ഏതെങ്കിലും സിനിമാ നടന്മാരുടെ ചിത്രങ്ങളാണെന്ന യാഥാർത്ഥ്യം കൊണ്ടൊന്ന് തിരിച്ചറിയുന്നത് വളരെ നന്നായിരിക്കുമെന്ന് ഒരു അഭിപ്രായമുണ്ട്. പിന്നെ അടുത്ത കാലത്ത് മറ്റൊരു കാര്യമുണ്ട്. ധ്യാനഗുരുക്കന്മാർ അവർ ബെനഡിക്റ്റൈൻ കുരിശുമായിട്ട് നടന്നു. പിശാചിനെ ഓടിക്കാൻ ബെനഡിക്റ്റൈൻ കുരിശ് അത്യാവശ്യമാണത്രേ.
അങ്ങനെ ഒരു കുരിശിന് ഒരു 25 വർഷക്കാലത്തെ പരിചയമുള്ളൂ. അതിനു മുൻപ് ബെനഡിക്റ്റിൻ മെഡലുണ്ടായിരുന്നു, കാശുരൂപം. അത് ബെനഡിക്റ്റിൻ സന്യാസികൾക്ക് സഭ നൽകിയിരിക്കുന്ന പ്രത്യേകമായ അധികാരം ഉപയോഗിച്ച് അവർക്ക് ലഭ്യമായ വരദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരാൽ പ്രാർത്ഥിക്കപ്പെട്ട് വ്യഞ്ജനിക്കപ്പെട്ട് ആശീർവദിക്കപ്പെട്ട ഈ മെഡല് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സൂക്ഷിച്ചാൽ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നിത്യാരാധന പുസ്തകത്തിൽ വായിച്ചാൽ മനസ്സിലാവും. തിന്മയുടെ ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഭൗതിക ഘടകമാണ്, ആശീർവദിക്കപ്പെട്ട വിശുദ്ധ വസ്തുവാണ്. അടുത്ത കാലത്ത് ചില പുരോഹിതന്മാർ കരിസ്മാറ്റിക് ആരംഭിച്ച കാലത്ത് ഞാനും അതിനകത്ത് സജീവം പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് ആദ്യകാലത്തൊന്നും ഇങ്ങനൊരു ഏർപ്പാടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കുരിശിനെ നടുക്കൊരു തുളച്ച് അതിനകത്ത് ഒരു കാശുരൂപം കയറ്റിവെച്ച് ബെനഡിക്റ്റൈൻ കുരിശെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ധ്യാനഗുരുക്കന്മാർ എടുക്കാൻ പോകാത്തൊരു കുരിശ് എടുത്തുകൊണ്ടാണ് അവർ നടക്കുന്നത്. അതും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുള്ള ആരാധന നടക്കുന്ന സമയത്ത് സജീവനായ തമ്പുരാൻ കർത്താവ് അവിടെ ഇരിക്കുമ്പോൾ ആ സമൂഹത്തിലെ പിശാചിനെ ഓടിക്കാൻ ഈ ഈശോയെ ദിവ്യകാരുണ്യത്തെ എടുത്ത് കാണിച്ചാൽ പോകാത്ത പിശാചിനെ ഈ ക്രൂശിത രൂപം പ്രതീകമെടുത്ത് കാണിച്ചാൽ പോകുമെന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ചില പുരോഹിതന്മാരുണ്ട്. ഇതിൻ്റെ ദൈവശാസ്ത്രം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കഴിയുമെങ്കിൽ ആരെങ്കിലും ഒന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു. എന്തായാലും ഒരു കാര്യം ഓർക്കുക, സ്വയം മാർത്തോമാ ശ്ലീഹായെ അപഹസിക്കുന്നവൻ തറവാടിനെ മലിനമാക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് ദയവായി ഇത്തരത്തിലുള്ള ഹീന പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമേ എന്ന് സ്നേഹബുദ്ധിയെ അഭ്യർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.